ഭക്തലക്ഷങ്ങളുടെ ആശാകേന്ദ്രമായ ഗുരുവായൂർ ശ്രീലകത്ത് ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ കളഭത്താൽ അതിമനോഹരമായ കൂർമാവതാര രൂപത്തിലാണ് ദർശനം നൽകിയത്. അരയ്ക്ക് താഴെ കൂർമ രൂപത്തിലും, അതായത് ആമട രൂപത്തിലും, അരയ്ക്ക് മുകളിലേക്ക് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുമാണ് ഭഗവാനെ അലങ്കരിച്ചിട്ടുള്ളത്. ആമയുടെ പുറന്തോട് പോലെ കളഭത്താൽ തീർത്ത രൂപവും 4 കാലുകളും ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ ചിത്രീകരിച്ചെണ്ണു. ഭഗവാൻ 4 കൈകളോട് കൂടിയുള്ള ചതുർബാഹുവായിട്ടാണ് നിൽക്കുന്നത്. 2 കൈകളിൽ സ്വർണത്തിൻ്റെ ശംഖും ചക്രവും ഏന്തിയിരിക്കുന്നു. മറ്റ് 2 കൈകൾ ഭക്തരെ സംരക്ഷിക്കാനായിട്ട് അഭയമുദ്രയും വരദാനമുദ്രയുമായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. കഴുത്തിൽ മനോഹരായ മുല്ലമുട്ടുമാല, പതക്കം, വളയം പോലുള്ള മാലകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. തിരുമുടിയിൽ ഭഗവാന്റെ ശിരസിൽ തിളങ്ങുന്ന പൊന്നിൻ കിരീടമുണ്ട്. പിന്നെ തെച്ചിപ്പൂവും വെളുത്ത പൂക്കളും ചേർത്ത് മനോഹരമായിട്ട് തിരുമുടി മാലകൾ കോർത്ത് ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപിയും മുഖത്ത് ആ മന്ദഹാസവും ഭക്തർക്ക് ആശ്വാസമാക്കിക്കൊണ്ട് ഇങ്ങനെയുണ്ട്. കഴുത്തിൽ വെളുത്ത താമരയും തുളസിയും ചേർത്തുണ്ടാക്കിയ വണ്ണമുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്ത് മുകൾ ഭാഗത്തായിട്ട് വിധാനായിട്ട് താമര, തുളസി, തെച്ചി, നന്ദ്യാർവട്ടം തുടങ്ങിയ പൂക്കൾ കൊണ്ട് 6ഓളം മനോഹരമായിട്ടുള്ള ഉണ്ടമാലകൾ തൂക്കിയിട്ടുണ്ട്. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താഴ്ന്നു പോകാതെ തൻ്റെ പുറത്ത് താങ്ങിയ കൂർമ്മം എന്ന് പറയുന്നത് ക്ഷമയുടെയും അചഞ്ചലമായ താങ്ങായി നിൽക്കുന്ന ഭഗവാന്റെ പ്രതീകമാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് ഭഗവാൻ അഭയമുദ്രയോടെ നിൽക്കുകയാണ് ശ്രീലകത്ത്. കലിയുഗത്തിൽ ഭഗവത് പാദങ്ങളിൽ അഭയം പ്രാപിക്കാനും നാമം ജപിക്കാനും ഒക്കെ ഈ ഒരു അലങ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ കൂർമാവതാര ദർശനം കിട്ടുന്നത് തന്നെ സകല ദുരിതങ്ങളെയും നീക്കി ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കൂർമാവതാര അലങ്കാരത്തിൽ പുഷ്പാലങ്കാരത്തിന് പ്രാധാന്യം വളരെ വലുതന്നെയാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം ഭക്തരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നേരിട്ടെത്തിക്കുകയാണ് ഈ മനോഹരമായിട്ടുള്ള പൂമാലകൾ. ഭഗവാന്റെ തിരുമേനിയിൽ ചാർത്തിയിട്ടുള്ള മാലകൾ ഉണ്ടമാലകളാണ് ആദ്യം, അല്ലേ? ഉണ്ടമാലകൾ എന്ന് പറയുന്നത് കൂർമാവതാര മൂർത്തിയുടെ കഴുത്തിൽ മനോഹരമായിട്ട് ഉണ്ടമാല ചാർത്തിയിരുന്നു. വെളുത്ത താമരപ്പൂക്കളും പച്ചപ്പട്ടുപോലെയുള്ള തുളസി ഇലകളും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടാണ് ഉണ്ടമാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുണ്ട ആകൃതിയിൽ പൂക്കൾ തിങ്ങി നിറച്ച് കെട്ടുന്ന മാലയാണ് ഉണ്ടമാല എന്ന് പറയുന്നത്. വെളുത്ത താമര എന്ന് പറയുന്നത് ഭഗവാന്റെ പരിശുദ്ധിയെയും, തുളസി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രിയപ്പെട്ട പ്രകൃതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ശിരസിലുള്ള തിരുമുടിമാലകൾ നോക്കൂ. ഭഗവാന്റെ പൊന്നിൻ കിരീടത്തിന് ചുറ്റും അതിമനോഹരമായിട്ടാണ് തിരുമുടിമാലകൾ ക്രമീകരിച്ചിട്ടുള്ളത്. തെച്ചിപ്പൂമാലുണ്ട്. ചുവന്ന നിറത്തിലുള്ള തെച്ചിപ്പൂക്കൾ കൊണ്ട് മാല കിരീടത്തിന് താഴെയായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ വെളുപ്പും ചുവപ്പും കൂടിയുള്ള വർണ്ണങ്ങൾ കൊണ്ട് മാല, വെളുത്ത പൂക്കൾ കൊണ്ട് നിർമ്മിച്ച മാലയ്ക്ക് മുകളിൽ ചുവന്ന തെച്ചിപ്പൂക്കൾ ഇങ്ങനെ പൊട്ടുപോലെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ചാർത്തിയിട്ടുള്ളത്. ഇത് ഭഗവാന്റെ മുഖത്തിന് ഒരു ദിവ്യമായ തെളിച്ചം നൽകുന്നുണ്ട് എന്നാണ്. പിന്നെ വിധാനായിട്ട് തൂക്കിയിട്ടുള്ള മാലകൾ നോക്കി നോക്കൂ. അത് ശ്രീലകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഭഗവാന്റെ ശിരസിന് മുകളിലായി മേൽക്കൂരയിൽ നിന്നിങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മാലകൾ ഉണ്ടമാലകൾ തന്നെയാണ്. 6 ഉണ്ടമാലകളാണ് ഉള്ളത്. താമരയും തുളസിയും ചേർത്തിട്ടുള്ള മാലകളാണ്. 3 മാലകൾ വെളുത്ത താമരയും പച്ച തുളസിയും ചേർത്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഒരു മാല ചുവന്ന തെച്ചിയും വെളുത്ത പൂക്കളും കൂടിയാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെയുള്ളത് ശുദ്ധായ തുളസിമാല.
ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് 2 മാലകളോടി വിധാനത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. നിറങ്ങൾ വെളുപ്പ്, ചുവപ്പ്, പച്ച. അതായത് വെളുപ്പ് എന്ന് പറയുന്നത് സത്വഗുണത്തിനെയാണ് കാണിക്കുന്നത്, അതായത് ശാന്തി. ചുവപ്പ് എന്ന് പറയുന്നത് ശക്തിയെ കാണിക്കുന്നതാണ്, അതായത് ചൈതന്യം. പച്ച എന്ന് പറയുന്നത് ജീവനും പ്രകൃതിയുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നിറങ്ങളുടെ ഒരു സങ്കലനാണ് ഭഗവാന്റെ അലങ്കാരം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സന്തുലിതാവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അലങ്കാരം എന്ന് പറയുന്നത്. ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ളതിൻ്റെ പ്രതീകം കൂടിയാണ് ഈ താമരയും തുളസിയും ചേർത്തിട്ടുള്ള മാല. ഈ പുഷ്പാലങ്കാരത്തിനിടയിൽ നിൽക്കുന്ന ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന മുഖം, ആ മന്ദഹാസം, അത് കാണുമ്പോൾ ഭക്തരുടെ മനസ്സിലെ ദുഃഖങ്ങൾ മാറി ശാന്തി അനുഭവപ്പെടും. നമുക്ക് ആ പാതാരവിന്ദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നാരായണനാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.